Hi everyone, good morning. Again, we are in our next SS class. Last day, we studied about or we started the fifth chapter from your geography, that is diversity in life on earth. Diversity of life on earth. Then we studied up to natural vegetation. The next we need to study about the different types of natural vegetation, which are forest, grassland and desert. First we need to study about the forest from your 39th page. All of you take your textbook that. What about the forest there? A large area in which trees are the dominant vegetation is known as a forest. What is forest? A large area which trees are the dominant vegetation is known as forest. അല്ലേ, നമ്മൾക്കൊരു ഏക്കറൊക്കെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ട്രീസ് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് വി കാൺ കോൾ ഫോറസ്റ്റ്, അതിനെ ഫോറസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് കണ്ണെത്ത ദൂരത്തോളം ഉള്ള ഏരിയ, അതിൽ ഡോമിനൻ്റ് ട്രീസ് മനുഷ്യന്മാർ നട്ടതല്ലാതെ നാച്ചുറലി ഉണ്ടായിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ട് മെയിൻലി ട്രീസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഏരിയ ഈസ് നോൺ ആസ് ഫോറസ്റ്റ്. അപ്പാർട്ട് ഫ്രം ട്രീസ് അതർ കൈൻഡ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ്, അല്ലെ ട്രീസ് മാത്രമാവില്ല, അപ്പാർട്ട് ഫ്രം ട്രീസ് അതർ കൈൻഡ് ഓഫ് പ്ലാന്റ്സ് സച്ച് ആസ് bushes, creepers and grasses also grow in forest. Usually forests are found in regions where the annual rainfall is fairly high and summer temperature are above 10 degrees Celsius. അല്ലേ, ട്രീസ് മെയിനായിട്ട് വളരുന്ന ഫോറസ്റ്റ് ഫൗണ്ട് ഇൻ റീജിയൻസ് വേർ ആനുവൽ റെയിൻഫോൾ ഈസ് വെയർലി ഹൈ, അതായത് വർഷത്തിൽ നല്ല മഴയും അതുപോലെ തന്നെ സമ്മർ ടെമ്പറേച്ചർ ആർ എബൌട്ട് 10 ഡിഗ്രി സെൽഷ്യസ്. സമ്മറിൽ എന്താണ് ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള ഏരിയാസിൽ, അതായത് ചൂടും വെള്ളം ഒരുപോലെ കൂടുതലുള്ള ഏരിയാസിലാണ് ഫോറസ്റ്റ് വളരുന്നത് എന്നുള്ളതാണ് സേഹിയ. ഡിപ്പെൻഡിങ് ഓൺ ദ പീരീഡ് ഫോർ വിച്ച് ദേ റിമെയിൻ ഗ്രീൻ. ഈ ട്രീസ് അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിലുള്ള ട്രീസ് എത്രത്തോളം സമയം എല്ലാ ഇലയും പൊഴിക്കാതെയും പൊഴിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ, അതായത് അവ ഗ്രീൻ കളറായി നിൽക്കുന്നത് എത്രത്തോളം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ആർ ടു മെയിൻ ടൈപ്സ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് ഡെസിഡസ് ഫോറസ്റ്റ്. ഇല പൊഴിക്കുന്നുണ്ടോ പൊഴിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ ഡിവൈഡ് ഫോറസ്റ്റ് ആസ് ടു എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് deciduous forest. Evergreen forest and deciduous forest. What about the evergreen forest? Evergreen forest എന്ന് പറഞ്ഞാൽ നെയിമിൽ തന്നെ നമ്മൾക്ക് പറയാം എപ്പോഴും ഗ്രീൻ ആണ്, എവർ ഗ്രീൻ ആണ്. എവർഗ്രീൻ ഫോറസ്റ്റ് ആർ ദോസ് ഇൻ വിച്ച് മോസ്റ്റ് ട്രീസ് ആർ എവർഗ്രീൻ, അതായത് മിക്ക ട്രീസും എവർഗ്രീൻ ആയിരിക്കുന്ന ഫോറസ്റ്റ്, എവർഗ്രീൻ ആയിരിക്കുന്ന ട്രീസ് ഉള്ള ഫോറസ്റ്റിനെയാണ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. എവർഗ്രീൻ ട്രീസ് എന്തുകൊണ്ടാണ് അത് എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്നത്? നെവർ ഷെഡ് ഓൾ ദെയർ ലീവ്സ് അറ്റ് വൺ ടൈം, ഒറ്റ സമയം കൊണ്ട് എല്ലാ ലീവ്സും ഒരേ സമയത്ത് പൊഴിക്കുന്നില്ല എന്നുള്ളതാണ് എവർഗ്രീൻ ട്രീസിൻ്റെ പ്രത്യേകത. സോ ദേ റിമെയിൻ ഗ്രീൻ ത്രൂ ഔട്ട് ദെയർ, അല്ലേ. ചില ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് ചാടും എന്നല്ലാതെ ഫുൾ ഓഫ് ഇലം നിങ്ങൾ കണ്ടില്ല, തേക്ക് അതുപോലെ റബ്ബറൊക്കെ ഒരേ സമയത്ത് ഇലയെല്ലാം പൊഴിച്ച് നിൽക്കുന്നത് കാണാം. അത് എവർഗ്രീൻ ട്രീസ് അല്ല. ഈ എവർഗ്രീൻ ട്രീസ് അല്ല അത്തരത്തിൽ ഇല പൊഴിക്കാതെ കൂടുതലായിട്ടുള്ള ട്രീസ് ഉള്ള ഫോറസ്റ്റിനെയാണ് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫോറസ്റ്റ് എന്താണ്, ഗ്രീൻ ത്രൂ ഔട്ട് ദ ഇയർ, ഇല ഫുൾ ഓഫ് പൊഴിക്കാത്തതുകൊണ്ട് വർഷം ഫുൾ ഓഫ് പച്ചപ്പായിട്ട് നിൽക്കുന്ന ഫോറസ്റ്റാണ് എവർഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ എവർഗ്രീൻ ഫോറസ്റ്റ് പല ഏരിയാസിലും ഉള്ള എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. അതാണ് എന്ത് നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി അബൌട്ട് ദ എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ട്രോപ്പിക്കൽ എവർഗ്രീൻ, കോണിഫറസ് എവർഗ്രീൻ, ടെമ്പറേറ്റ് എവർഗ്രീൻ, മെഡിറ്ററേനിയൻ എവർഗ്രീൻ, ഇങ്ങനെ 4ആയിട്ട് എവർഗ്രീൻ ഫോറസ്റ്റിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അല്ലേ
വാട്ട് ഈസ് ഫോറസ്റ്റിനെ വാട്ട് ഈസ് ഫോറസ്റ്റ് എന്ന് നമ്മൾ കണ്ടു. ഫോറസ്റ്റിനെ നമ്മൾ എങ്ങനെ പച്ചപ്പായി നിൽക്കുന്നു, എത്രത്തോളം പച്ചപ്പായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എവർഗ്രീൻ ഫോറസ്റ്റ് ആൻഡ് ഡെസിഡസ് ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എവർഗ്രീൻ ഫോറസ്റ്റിനെ അഗെയിൻ വി ഡിവൈഡഡ് ആസ് ഫോർ ഫസ്റ്റ് ട്രോപ്പിക്കൽ എവർഗ്രീൻ. Tropical evergreen forests or tropical rain forests are dense forests in tropical regions that receive heavy year-round rainfall. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ആ പേരിൽ നിന്നല്ല നമ്മൾക്കറിയാം നല്ല രീതിയിൽ മഴ കിട്ടുന്ന ഏരിയാസിലാണ് ഇത് ഉണ്ടാകുന്നത്. ആർ ഡെൻസ് ഫോറസ്റ്റ്, അതായത് ഇടതൂർന്ന കാടാണ് ഇൻ ട്രോപ്പിക്കൽ റീജിയൻസ്. ട്രോപ്പിക്കൽ റീജിയൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇക്വേറ്റോറിയൽ റീജിയൻസ് ആണ് ഗ്ലോബലി. ട്രോപ്പിക്കൽ റീജിയനിൽ ഡെൻസ് ഫോറസ്റ്റ് ആണ് എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദാറ്റ് റിസീവ് ഹെവി ഇയർ റൗണ്ട് റെയിൻഫോൾ, അല്ലേ, വർഷത്തിൽ നല്ല മഴ കിട്ടുന്ന ഏരിയാസിലാണ് ട്രോപ്പിക്കൽ എവർഗ്രീൻ. They are found in the കാസ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ കാസ്കോ റിവറിന്റെ ബേസിനിൽ ഉണ്ട്. ഇൻ ദ ആമസോൺ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക. സൗത്ത് അമേരിക്കയിലെ ആമസോൺ റിവറിന്റെ ബേസിനിലും ഉണ്ട്. ദെൻ ആൻഡ് ദ പാർട്സ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ഏഷ്യൻ കോണ്ടിനെന്റിന്റെ സൗത്ത് ഈസ്റ്റ് സൈഡിലും ഇന്ത്യയുടെ മേഘാലയ എന്ന് പറയുന്ന റീജിയൻസിലെല്ലാം ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ട്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് സെൽവ. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിനെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. അതിന് കൂടാതെ സെൽവ എന്നുള്ള പേരിലൂടെ അറിയപ്പെടുന്നു. എസ്പെഷ്യലി ഇൻ ദ ആമസോൺ ബേസിൻ. ആമസോൺ ബേസിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റിനെയാണ് സെൽവ എന്ന് അറിയപ്പെടുന്നത്. ദെൻ ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷൻ ഈസ് സോ ഡെൻസ് ഓൾമോസ്റ്റ് നോ സൺലൈറ്റ് റീച്ചസ് ഗ്രൗണ്ട്, അല്ലേ, ഇഷ്ടംപോലെ ഫുൾ ഓഫ് ലീവ്സ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്, സൺലൈറ്റ് വരെ ഉള്ളിലോട്ട് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഹിയർ സേ. ബിസൈഡ്സ് ടോൾ ട്രീസ് വിത്ത് തിക്ക് കനോപ്പി. കനോപ്പി എന്ന് പറഞ്ഞാൽ ട്രീസിൻ്റെ ലീവ്സ് മുകൾ ഭാഗം, അല്ലേ, അത് തിക്ക് കനോപ്പീസ് ഉള്ള ട്രീസ് ഉണ്ട്. അതിന് കൂടാതെ വൈൻസ് മീൻസ് നമ്മൾക്കറിയാം വള്ളികളാണ്, അല്ലേ, ഫേൺസ്, അല്ലേ, കുറ്റിച്ചെടികൾ, ആൻഡ് മോസസ് മീൻസ് ചെറിയ പായലുകൾ, അല്ലേ, ഇത്തരത്തിൽ വരെ വലിയ ട്രീസ് തൊട്ട് ചെറിയ പ്ലാന്റ്സ് വരെ അതിലുണ്ട് എന്നുള്ളതാണ് സേ ഹിയർ. ഹാർഡ് വുഡ് ട്രീസ് സച്ചാസ്, അല്ലേ, നല്ല ഹാർഡായിട്ടുള്ള വുഡുള്ള ട്രീസ് ആയിട്ടുള്ള എബോണി, മഹാഗണി ആൻഡ് റോസ് വുഡ് ഗ്രോസ് ഇൻ ദീസ് ഫോറസ്റ്റ്. ദേ ആർ വാല്യുബിൾ ആസ് ദെയർ വുഡ് ഈസ് വെരി ഗുഡ് ഫോർ മേക്കിംഗ് ഫർണിച്ചർ. ഓക്കെ, ദ നെക്സ്റ്റ് ഫോറസ്റ്റ് ആണ് കോണിഫറസ് ഫോറസ്റ്റ്. In cold regions, evergreen corn-bearing trees such as pine and fir are found. കോൾഡ് റീജിയൻസിലാണ് കോണിഫറസ് ഫോറസ്റ്റ് ഉള്ളത്. അതിൻ്റെ ഷേപ്പിൽ നിന്നാണ് അതിൻ്റെ നെയിം വന്നിട്ടുള്ളത്. കോൺ ഷേപ്പാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് കോണിഫറസ് ട്രീസ് എന്ന് അറിയപ്പെടുന്നത്. ഇതും എവർഗ്രീൻ കോൺ ബിയറിംഗ് ആണ്. കോൺ ബിയറിംഗ് മീൻസ് കോൺ ഷേപ്പിലുള്ള ട്രീസ് ആണ്. വിച്ച് ആർ ദ പൈൻ ആൻഡ് ഫിർ. ദീസ് ട്രീസ് ആർ കോൾഡ് കോണിഫേഴ്സ്. Evergreen coniferous forests, also known as boreal forests, are found in the higher latitude of northern hemisphere and in some subtropical high areas. ഈ കോണിഫറസ് എവർഗ്രീൻ ഫോറസ്റ്റിനെ ബൊറിയൽ ഫോറസ്റ്റ് എന്നോട് വിളിക്കുന്നുണ്ട്. ദേ ആർ ഫൗണ്ട് നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സം ഓഫ് സബ്ട്രോപ്പിക്കൽ ഹൈലാൻഡ് ഏരിയാസ്. ദിസ് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ടൈഗ, പെർട്ടിക്കുലർലി ഇൻ റഷ്യ. റഷ്യയിലുള്ള കോണിഫറസ് ഫോറസ്റ്റിനെ ടൈഗ എന്നുള്ളതാണ് അറിയപ്പെട്ടിരുന്നത്. ദെൻ കോണിഫേഴ്സ് ഗീവ് us സോഫ്റ്റ് വുഡ് യൂസ്ഡ് ടു മേക്ക് പേപ്പർ ആൻഡ് പൾപ്പ്, മാസ്റ്റിക്സ് എക്സെട്ര. അല്ലേ, ഈ കോണിഫറസ് ട്രീസ് സോഫ്റ്റ് വുഡാണ്. അതുകൊണ്ട് തന്നെ പേപ്പറും ആൻഡ് പൾപ്പ്, അല്ലേ, പേപ്പറും അതുപോലെ പേപ്പർ ഉണ്ടാക്കുന്ന പൾപ്പ് എന്നുള്ള ഈ ട്രീസ് ഉണങ്ങിയിട്ട് അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കളറൊക്കെ ചേർത്തിട്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. ട്രീസ് കൊണ്ടാണ് പേപ്പർ ഉണ്ടാക്കുന്നത്, യു നോ ദാറ്റ്, അല്ലേ. ഇപ്പോൾ പേപ്പറും ആ പേപ്പർ ഉണ്ടാക്കാനുള്ള പൾപ്പ്, അല്ലേ, ആ പൾപ്പ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. ആ പൾപ്പും അതുപോലെ മാച്ച് സ്റ്റിക്സ്, അല്ലേ, തീപ്പെട്ടിക്കുള്ളി, ഇത്തരത്തിലുള്ള ഐറ്റംസ് എല്ലാം വേണം കോണിഫറസ് എവർഗ്രീൻ ഫോറസ്റ്റിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, ആ ട്രീസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി നീഡ് ടു സ്റ്റഡി temperate evergreen. In the temperate region lying beyond the 45 latitudes, അല്ലേ, അതായത് എന്താണ് 45 ലാറ്റിറ്റ്യൂഡിൻ്റെ മുകളിലുള്ള ഏരിയാസാണ്
ടെമ്പറേറ്റ് എവർഗ്രീൻ അല്ലെ. ലാറ്റിറ്റ്യൂഡ് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദ ഈസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെന്റ്സ് ഹാവ് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്. എല്ലാ കോണ്ടിനെന്റ്സിന്റെയും ഈസ്റ്റേൺ സൈഡിലാണ് ടെമ്പറേറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഓക്കെ, these are actually mixed forests with evergreen conifers as well as deciduous trees such as beech, maple and some varieties of oak. ഈ ട്രീസ് ടെമ്പറേറ്റ് എവർഗ്രീനിൽ എവർഗ്രീൻ കോണിഫേഴ്സ് ട്രീസും ഉണ്ട്, സം ഡെസിഡസ് ട്രീസും ഉണ്ട്. ഡെസിഡസ് ട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഡെസിഡസ് ട്രീസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വർഷത്തിൽ ഒരു പ്രാവശ്യം ഇലയെല്ലാം ഫുൾ പൊഴിക്കുന്ന ട്രീസ് ആണ് ഡെസിഡസ്. എന്നാൽ അതിൻ്റെ കൂടെ ഈ കോണിഫറസ് ട്രീസ് കൂടി ഉള്ളതുകൊണ്ട് എന്താണ് ഒരു എവർഗ്രീൻ ആയിട്ട് തന്നെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പറേറ്റ് എവർഗ്രീൻ എന്ന് അറിയപ്പെടുന്നത്. ടെമ്പറേറ്റ് റീജിയനിലുള്ള എവർഗ്രീൻ ഫോറസ്റ്റ്. ഓക്കെ, ദെൻ അതുപോലെ എവർഗ്രീൻ കോണിഫറസും അതുപോലെ ഡെസിഡസ് ട്രീസ് ആയിട്ടുള്ള ബീച്ച്, മാപ്പിൾ ആൻഡ് സം വെറൈറ്റീസ് ഓഫ് ഓക്കും ഗ്രോസ് ദർ. ദ ഡെസിഡസ് ട്രീസ് ഷെഡ് ഓൾ ദെയർ ലീവ്സ് ഇൻ സർട്ടൻ സീസൺസ്. അല്ലെ, ഡെസിഡസ് ട്രീസിനൊരു പ്രത്യേകത ഉണ്ട്, അതിൻ്റെ ഇല ഫുൾ ഓഫ് ഒറ്റ സീസണിൽ പൊഴിക്കും. ജപ്പാൻ, നോർത്ത് ഈസ്റ്റേൺ ചൈന ആൻഡ് നോർത്ത് ഈസ്റ്റേൺ USA are some of the areas where temperate evergreen forests are found. The next, Mediterranean evergreen. Between the 30 and 45 latitude, 30 ഡിഗ്രിക്കും 45 ലാറ്റിറ്റ്യൂഡിനും ഇടയിലുള്ള ഏരിയാസിൽ ദ വെസ്റ്റേൺ മാർജിൻസ് ഓഫ് കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ മാർജിൻസിലാണ് ഹാവ് മൈൽഡ് റെയിനി വിന്റേഴ്സ് ആൻഡ് ഡ്രൈ സമ്മേഴ്സ്. അവിടെ കുറച്ച് മാത്രം മഴയും കുറച്ച് മാത്രം തണുപ്പും അതുപോലെ കുറച്ച് മാത്രം സമ്മറും ഉള്ള ഏരിയാസിലാണ്, അതായത് ഇതിൻ്റെ കാഠിന്യം കുറവുള്ള ഏരിയാസിലാണ് ഇത് കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ സൈഡിലാണ് ഈ മെഡിറ്ററേനിയൻ എവർഗ്രീൻ ട്രീസ് വി ക്യാൻ സി. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഇൻക്ലൂഡ് എവർഗ്രീൻ ട്രീസ് സച്ച് ആസ്, അവിടെയുള്ള നാച്ചുറൽ വെജിറ്റേഷൻ ആയിട്ടുള്ള എവർഗ്രീൻ ട്രീസ് ആയിട്ടുള്ള ഒലീവ്, കോർക്ക് ഓക്ക്, സൈപ്രസ് ആൻഡ് പൈൻ, സ്കാറ്റേർഡ് ഷബ്സ്. അല്ലെ, ഇതെല്ലാം ഓരോ ട്രീസിന്റെ നെയിമാണ് കേട്ടോ. ഒലീവ്, കോർക്ക് ഓക്ക്, സൈപ്രസ് ആൻഡ് പൈൻ. പിന്നെ സ്കാറ്റേർഡ് ഷബ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറ്റിച്ചെടികൾ. ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ്, അതായത് നല്ല സ്മെല്ലുള്ള പ്ലാന്റ്സ് ആയിട്ടുള്ള ലാവൻഡർ ആൻഡ് മിർട്ടൽ. ഇത്രയും ട്രീസ് ആ മെഡിറ്ററേനിയൻ എവർഗ്രീനിൽ കാണപ്പെടുന്നു. ദ ട്രീസ് ഹാവ് ഡീപ്പ് റൂട്ട്സ്. ഈ ട്രീസിനൊരു പ്രത്യേകത ഉണ്ട്, ഡീപ്പായിട്ടുള്ള റൂട്ട്സ് ആണ്. തിക്ക് ബാർക്കാണ്, അതായത് ട്രീസിന്റെ തൊലി നല്ല തിക്കാണ്. ആൻഡ് വാക്സി ലീവ്സ് ആണ്, അതിന്റെ ഇലയും തന്നെ എന്താണ് ഒട്ടുന്ന രീതിയിലാണ്. കാരണം ഡെസേർട്ടിലുള്ള പ്ലാന്റ്സിനെ പോലെയാണ്, കാരണം അധികം മഴയില്ലാത്ത ഏരിയാസിലാണ് ഇതുള്ളത് അല്ലേ. ദിസ് ഹെൽപ് ദം റെഡ്യൂസ് ട്രാൻസ്പിറേഷൻ ആൻഡ് വിസ്റ്റാൻഡ് ഇൻ ഡ്രൈ സമ്മർ. അല്ലെ, എന്തുകൊണ്ടാണ് ഡീപ്പ് റൂട്ടും തിക്ക് ബാർക്കും ആൻഡ് വാക്സി ലീവ്സും ഒക്കെ ഉള്ളത്? ട്രാൻസ്പിറേഷനിലൂടെ അല്ലെ, ഇലയിലൂടെയും അതിൻ്റെ തണ്ടിലൂടെയൊക്കെ ഉള്ള വെള്ളം നഷ്ടപ്പെടൽ ഒഴിവായി കിട്ടുന്നു ഇത്തരത്തിലുള്ള ബാർക്കും ലീവ്സും ഒക്കെ ആയാലും. ആൻഡ് വിത്ത്സ്റ്റാൻഡ് ഡ്രൈ സമ്മർ, നല്ല ചൂടുള്ള സമ്മറിൽ നിലനിൽക്കാനും അതിനെ ഹെൽപ്പ് ചെയ്യുന്നു ഇത് എന്നുള്ളതാണ് സേയിങ് ഹിയർ. ദിസ് ടൈപ്പ് ഓഫ് വെജിറ്റേഷൻ ഈസ് കോൾഡ് മെഡിറ്ററേനിയൻ വെജിറ്റേഷൻ ആസ് ഇറ്റ് ഫൗണ്ട് മോസ്റ്റ്ലി അറൌണ്ട് ദ മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റുഭാഗത്തുള്ള ഏരിയാസിലാണ് മെയിനായിട്ടും ഈ ഫോറസ്റ്റ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ദിസ് ഇസ് കോളിംഗ് മെഡിറ്ററേനിയൻ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ ഫൗണ്ട് ഇൻ സൗത്തേൺ കോസ്റ്റൽ കാലിഫോർണിയ, സെൻട്രൽ ചിലി ആൻഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റീജിയൻസ് ആൻഡ് പാർട്ട് ഓഫ് സൗത്തേൺ കോസ്റ്റൽ ഓസ്ട്രേലിയ. അല്ലെ, ദീസ് മെഡിറ്ററേനിയൻ എവർഗ്രീൻ ഫോറസ്റ്റ് കാലിഫോർണിയയിലെ സൗത്തേൺ കോസ്റ്റിലും അതുപോലെ ചിലിയിലെ സെൻട്രൽ ഏരിയാസിലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റീജിയൻ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ താഴെ ഭാഗത്തുള്ള ആ ഒരു ബെൻഡിനെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് റീജിയൻസിലും പാർട്ട് ഓഫ് സൗത്തേൺ കോസ്റ്റൽ ഓസ്ട്രേലിയയിലുമാണ്, ഓസ്ട്രേലിയ കോണ്ടിനെന്റിന്റെ സൗത്തേൺ കോസ്റ്റൽ റീജിയൻസിലുമാണ് ഈ മെഡിറ്ററേനിയൻ എവർഗ്രീൻ വി ക്യാൻ സി. ഓക്കെ, ദീസ് ആർ അബൌട്ട് ദ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്. അല്ലെ, ഫോറസ്റ്റ് നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു. എവർഗ്രീൻ ഫോറസ്റ്റ്, deciduous forest. Then we saw what is evergreen forest, and we saw 4 types of evergreen forest: tropical evergreen, coniferous evergreen, temperate evergreen and Mediterranean evergreen. The next we need to study deciduous forest. Okay, deciduous forest I already told, they shed their leaves at a time. Okay, so deciduous forests are those in which most trees are deciduous. ഡെസിഡസ് ട്രീസ് ഫോറസ്റ്റ് എന്ന് പറയാം, മോസ്റ്റ് ട്രീസും അവിടെ ഡെസിഡസ് ട്രീസ് ആയിരിക്കും. മിക്ക ട്രീസും ഡെസിഡസ് ട്രീസ് ആയിട്ടുള്ള ഫോറസ്റ്റിനാണ് ഡെസിഡസ് ഫോറസ്റ്റ് എന്ന്
വിളിക്കുന്നത്. deciduous trees shed all their leaves usually during the dry season. അതായത് വെള്ളം കിട്ടാത്ത സമയങ്ങളിൽ അതിൻ്റെ ലീവ്സ് എല്ലാം പൊഴിച്ച് നിൽക്കുന്നു. this help them prevent the loss of water by transpiration. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞാൽ അവയുടെ ഫോട്ടോസിന്തസിസ് നടത്തുന്ന സമയത്ത് ഇലകളിലൂടെ വെള്ളം നഷ്ടപ്പെടുന്നു. അതാണ് ട്രാൻസ്പിരേഷൻ അല്ലേ. ട്രാൻസ്പിരേഷനിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വെള്ളം കിട്ടാത്ത സമയത്ത് ഇവ എന്ത് ചെയ്യും, ഇലയെല്ലാം പൊഴിച്ച് വെറും തണ്ടായിട്ട് നിൽക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് ട്രീസ് ഇസ് നോൺ ആസ് deciduous trees. This type of tree is mostly found in deciduous forest. Okay, so deciduous forest we have to divide two types: tropical deciduous and temperate deciduous. What about the tropical deciduous? Tropical deciduous forests are known as monsoon forests, are found in India, Myanmar, southern China, Central America, eastern Brazil and northern Australia. Among the commercially important trees of these forests are sal, teak and sandalwood trees of Asia and the different types of eucalyptus trees of Australia. Deciduous tropical deciduous forests എന്ന് പറഞ്ഞാൽ it have other names too. monsoon forest. They are found in എവിടെയെല്ലാമാണ് monsoon forest അല്ലെങ്കിൽ tropical deciduous forest കാണപ്പെടുന്നത്? മൺസൂൺ റെയിൻ കിട്ടുന്ന ഏരിയാസിലാണ് ഇത് മെയിൻ ആയിട്ടുള്ളത്. ഇന്ത്യ, മ്യാൻമാർ, സൗത്തേൺ ചൈന, സെൻട്രൽ അമേരിക്ക, ഈസ്റ്റേൺ ബ്രസീൽ ആൻഡ് നോർത്തേൺ ഓസ്ട്രേലിയ. എമംഗ് ദ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് ട്രീസ് അല്ലെ, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ട്രീസ് ആയിട്ടുള്ള സാൽ, ടീക്ക് ആൻഡ് സാൻഡൽവുഡ് ട്രീസ് ഓഫ് ഏഷ്യ, ഏഷ്യയിലുള്ള ഇത്രയും ട്രീസും ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂക്കാലിപ്റ്റസ് ട്രീസ് ഓഫ് ഓസ്ട്രേലിയയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂക്കാലിപ്റ്റസ് ട്രീസും ഈ ട്രോപ്പിക്കൽ ഡെസിഡസ് അല്ലെങ്കിൽ മൺസൂൺ ഫോറസ്റ്റിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ് ടെമ്പറേറ്റ് ഡെസിഡസ്. ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് മെയിൻലി ഇൻ സൗത്ത് ഈസ്റ്റേൺ USA. അതായത് മഴ കുറച്ച് ട്രോപ്പിക്കൽ ഡെസിഡസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് മഴ കുറവുള്ള ഏരിയാസിലാണ് ടെമ്പറേറ്റ് ഡെസിഡസ് ട്രീസ് എന്നറിയപ്പെടുന്നത്. ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് മെയിൻലി ഇൻ സൗത്ത് ഈസ്റ്റേൺ USA സൗത്ത് ഈസ്റ്റേൺ സൈഡിലും സൗത്തേൺ ബ്രസീൽ, ഉറുഗ്വേ, നോർത്തേൺ അർജന്റീന, സൗത്ത് ഈസ്റ്റേൺ ആഫ്രിക്ക, ഈസ്റ്റേൺ ഓസ്ട്രേലിയ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ് ഇത്രയും ഏരിയാസിലാണ് ടെമ്പറേറ്റ് ഡെസിഡസ് ഫോറസ്റ്റ് വി ഹാവ് സീൻ. Most of the common trees which are the trees are the beech, maple, walnut and chestnut are broad leaves and deciduous. Broad leaf എന്ന പരന്ന ഇലകളുള്ള deciduous trees ആണ് ഈ trees. These are about the deciduous forest. We have to divide it to tropical deciduous and temperate deciduous. Then wildlife in forest. What about the wildlife in forest? Which are the animals in forest? We can see many types of animals: birds, insects and reptiles. Reptiles means dwell in forest. Dwell means living in forest. Elephant, tigers, panthers. Panthers means kurunari എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് കേട്ടോ. ജാക്കൽസ് അല്ലെ, പാന്തേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കുറുക്കൻ്റെ വർഗത്തിലോട്ടാണ്. ജാക്കൽസും അതുപോലെ തന്നെ മറ്റൊരു അനിമലാണ്. ഡിയർ, ചിമ്പാൻസീസ്, gorilla, crocodile and various types of monkeys, birds, snakes and insects are found in the tropical and subtropical forests. Caribou, moose, beavers and wolves live in coniferous forests of the higher latitudes. These are about the wildlife in the forest. The next natural vegetation we need to study, that is grassland vegetation. Okay, one second. Okay, the next natural vegetation we need to study grassland. What about grassland? In some regions where the amount of precipitation is not enough for the growth of large trees, the natural vegetation consists mainly of grasses. The deep and extensive root system of grass is able to absorb water from the soil even the dry months. Then also the thin blade of grass conserve water by reducing transpiration. What is saying about grassland? In some regions where the amount of precipitation മഴയായിട്ടും മഞ്ഞായിട്ടും കിട്ടുന്നുണ്ട്, ഈ precipitation amount is not enough for the growth of large trees.
വലിയ ട്രീസ് വളരാനുള്ള അത്ര മഴ ലഭിക്കാത്ത ഏരിയാസിലാണ് ഈ ഗ്രാസസ് ഗ്രോ ചെയ്യുന്നത്. ദ നാച്ചുറൽ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് മെയിൻലി ഓഫ് ഗ്രാസസ്. ദ ഡീപ്പ് ആൻഡ് എക്സ്റ്റെൻസീവ് റൂട്ട്. അല്ലെ, ഗ്രാസസിന് പ്രത്യേകതയുണ്ട്. ഗ്രാസസ് ചെറുതാണെങ്കിലും അതിൻ്റെ റൂട്ട് ഒരുപാട് താഴോട്ടും സ്പ്രെഡായിട്ടും വളർന്നിട്ടുണ്ടാവും. അപ്പോൾ പുല്ലിനെ നമുക്ക് പറിക്കുമ്പോൾ, ഗ്രാസസ് നമ്മൾ പറിക്കുമ്പോൾ ഗ്രാസസിൻ്റെ ലീവ്സ് നമ്മളെ കയ്യിൽ പോരും, ബട്ട് റൂട്ട് കിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് താഴോട്ട് അത് വളർന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ മുറ്റത്തുള്ള ഗ്രാസസ് ഒന്നുമല്ല ഈ ഗ്രാസ് ലാൻഡ്. നമ്മളുടെ അത്രയും പൊക്കത്തുള്ള ഗ്രാസസ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ദ ഡീപ്പ് ആൻഡ് എക്സ്റ്റെൻസീവ് റൂട്ട്, താഴെയുള്ളതും പരന്നെടുക്കുന്നതായിട്ടുള്ള റൂട്ട് സിസ്റ്റം ഓഫ് ഗ്രാസ് ഈസ് ഏബിൾ ടു അബ്സോർവ് വാട്ടർ ഫ്രം ദ സോയിൽ ഈവൻ ഇൻ ഡ്രൈ മന്ത്സ്. മഴയില്ലാത്ത സമയത്തോടെ ഭൂമിയുടെ അടിയിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്യാൻ പാകത്തിലുള്ള ലോങ്ങസ്റ്റ് ആയിട്ടുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റൂട്ടുമാണ് ഗ്രാസസിനുള്ളത്. ഓക്കെ, ദെൻ ഓൾസോ ദ തിൻ ബ്ലേഡ് ഓഫ് ഗ്രാസ്. മാത്രമല്ല ഗ്രാസസിൻ്റെ തിൻ ബ്ലേഡാണ്, അതായത് ഇലയുടെ വക്കുകൾ ഭയങ്കര എന്താണ്, തിന്നാണ് അല്ലേ, അതായത് തീരെ കട്ടിയില്ലാത്തതാണ്. ഇത് കാരണം എന്താണ്? കൺസേർവ് വാട്ടർ ബൈ റെഡ്യൂസിങ് ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷനിലൂടെയുള്ള വാട്ടർ നഷ്ടപ്പെടലും റെഡ്യൂസ് ചെയ്യാണ് ഇത് ഹെൽപ്പ് ചെയ്യണം. A region whose dominant vegetation is grasses is called grassland. What is grassland? A region whose dominant vegetation, ഒരു റീജിയനിലെ മെയിൻ ആയിട്ടുള്ള വെജിറ്റേഷൻ ഈസ് ഗ്രാസസ്, ഇറ്റ് ഈസ് കോൾഡ് grassland. Okay, scrubs and small trees may also found in grasslands. കുറ്റിച്ചെടികളും ചെറിയ ട്രീസും may also grow in grassland. Classified on the basis of latitude, grasslands are two types: tropical grassland and temperate grassland. അല്ലേ, ലാറ്റിറ്റ്യൂഡിനനുസരിച്ച്, ഓരോ ലാറ്റിറ്റ്യൂഡിനുള്ള ഏരിയാസിനനുസരിച്ച് ഗ്രാസ്ലാൻഡിനെ വി ഹാവ് ടു ഡിവൈഡ് ടു ടൈപ്സ്: tropical grassland and temperate grassland. Okay, what about the tropical grassland? Listen to that. As one moves away from the equatorial region, the annual rainfall decreases. അല്ലേ, ഇക്വേറ്റോറിയൽ റീജിയൻസിൽ മുകളിലോട്ടും താഴോട്ടും പോകുന്തോറും വർഷത്തിലുള്ള മഴ എന്താണ്, കുറയുന്നു. These tropical and subtropical regions have a rainy season in which grasses grow. ഇവിടെ ട്രോപ്പിക്കൽ ആണെങ്കിൽ സബ്ട്രോപ്പിക്കൽ റീജിയൻസിലാണെങ്കിൽ there have rainy season. ആ സമയത്ത് എന്താവും? ഗ്രാസസ് ഗ്രോ, ഫോളോഡ് ബൈ എ ലോങ് ഡ്രൈ പീരീഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കാലം മഴയില്ലാതെയാണ്, ഒരുപാട് മാസം മഴയില്ലാതെയാണ്. These regions of tall grasses and scattered shrubs and trees are called tropical grassland. അല്ലേ, ആ മഴ കിട്ടുന്ന സമയത്ത് ദീസ് റീജിയൻസിൽ ടോൾ ഗ്രാസസ്, സ്കാറ്റേർഡ് ഷബ്സ് അല്ലേ, അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറ്റിച്ചെടികൾ, ആൻഡ് സ്മോൾ ട്രീസ്, ദീസ് ആർ കോൾഡ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്. അല്ലേ, ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള ചെറിയ മഴ കിട്ടുന്ന സമയത്ത് ഗ്രാസസ് വളരും. അത് കഴിഞ്ഞിട്ട് എന്താണ്, മഴയില്ലാത്ത സമയത്താണ് അല്ലേ, ആ സമയത്താണെങ്കിൽ പോലും അവിടെ ടോളസ്റ്റ് ഗ്രാസ്, നല്ല ഉയരമുള്ള ഗ്രാസസ് ആണ്. സ്കാറ്റേർഡ് ഷ്രബ്സ് ഉണ്ട്, സ്മോൾ ട്രീസ് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്. ഓക്കെ, സച്ച് ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ, അല്ലെ, എവിടെയെല്ലാമാണ് അത്തരത്തിലുള്ള ഗ്രാസ്ലാൻഡ്സ്? വി ക്യാൻ സീ സൗത്ത് അമേരിക്ക, സെൻട്രൽ ആഫ്രിക്ക, സൗത്ത് ഏഷ്യ ആൻഡ് നോർത്തേൺ ഓസ്ട്രേലിയ. ഇൻ ജനറൽ ദീസ് ഗ്രാസ്ലാൻഡ്സ് ആർ കോൾഡ് സാവന്ന. ദേ ആർ നോൺ ആസ് ഇലാനോസ് ഇൻ വെനിൻസുല ആൻഡ് കാമ്പോസ് ഇൻ ബ്രസീൽ. അത് ഓരോ ഏരിയാസിലുള്ള ഈ ഗ്രാസ്ലാൻഡ്സിന് ഡിഫറെൻറ്റ് നെയിംസ് ആണുള്ളത്. അതുപോലെ സാവന്ന എന്നുള്ള നെയിമിൽ അറിയപ്പെടുന്നു, അതുപോലെ വെനിൻസുലയിൽ അതിനെ ഇലാനോസ് എന്നറിയപ്പെടുന്നു, അതുപോലെ ബ്രസീലിൽ ഇതിനെ കാമ്പോസ് എന്നറിയപ്പെടുന്നു. അത് നോട്ട് ചെയ്യുക, വൺ വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. അല്ലെ, ഗ്രാസ്ലാൻഡിനെ വി ഡിവൈഡഡ് വിത്ത് ദ ലാറ്റിറ്റ്യൂഡ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. വി സ്റ്റഡീഡ് അബൌട്ട് ദ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്. നെക്സ്റ്റ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ടു. അല്ലേ, നമ്മൾ നേരത്തെ ടെമ്പറേറ്റ് എവർഗ്രീൻ കണ്ടു. 45 ഡിഗ്രിക്ക് മുകളിലുള്ള ഏരിയാസിനാണ് ടെമ്പറേറ്റ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 45 ലാറ്റിറ്റ്യൂഡിന് മുകളിലുള്ള ഏരിയാസിൽ കാണപ്പെടുന്ന ഗ്രാസ്ലാൻഡിനെയാണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ഗ്രാസസ് വളരുന്ന ഏരിയയാണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ടു. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്സ് ആർ ഫൗണ്ട് മോസ്റ്റ്ലി ഇൻ ദ ഇന്റീരിയർ കോണ്ടിനെന്റ്സ്. കോണ്ടിനെന്റ്സിന്റെ ഉൾഭാഗങ്ങളിലാണ്, വക്കുകളിലല്ല. Where the amount of precipitation is inadequate for the growth of trees. കോണ്ടിനെന്റ്സിന്റെ ഉള്ളിലും നല്ല ട്രീസ് വളരാനുള്ള മഴ കിട്ടാത്ത ഏരിയ ആണ്. അപ്പം അവിടെയാണ് ഗ്രാസസ് ഗ്രോ ചെയ്യുന്നത്. As these grasslands are colder and somewhat drier than the tropical grassland. അല്ലേ, ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡിൽ മഴ കിട്ടുന്നുണ്ട്,
ഏറെക്കുറെ അല്ലേ. എന്നാൽ ടെമ്പറേറ്റ് റീജിയൻസിൽ അത്ര മഴ കിട്ടുന്നില്ല. എന്നാൽ ഈ ഗ്രാസ് ലാൻഡ്സ് തണുപ്പുള്ള ഏരിയ ആണ്, കോൾഡർ ആണ്, ആൻഡ് സംവാട്ട് ഡ്രയർ ആണ്, അതായത് അധികം വെള്ളമില്ലാത്ത ഏരിയ ആണ് ദാൻ വിച്ച് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ്. The grasses here are usually shorter and less dense than that of tropical grassland. അപ്പോൾ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡും ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാലുള്ള അതിന് ആൻസർ ആണത് എന്താണ്? The temperate grasslands are colder and somewhat drier than the tropical grassland. The grasses here are usually shorter, നീളം കുറവാണ്. ട്രോപ്പിക്കൽ ഡെസിഡസിന് ഗ്രാസ് ലാൻഡ് ടോളസ്റ്റ് ആണ് അല്ലേ, എന്നാൽ ഇത് ഷോർട്ടർ ആണ്. ആൻഡ് ലെസ് ഡെൻസ് ആണ്, അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഗ്രാസസ് ആണ് ഉള്ളത്. ആൻഡ് ദോസ് ഓഫ് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിലെ ലെസ് ഡെൻസ് ആണ്, ഷോർട്ടറും ആണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, ട്രീസ് ആർ ഓൾമോസ്റ്റ് ആബ്സെന്റ് അല്ലേ. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സിന് അവിടെയൊക്കെ ഷ്രബ്സും ട്രീസും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സിൽ ട്രീസ് ആർ ഓൾമോസ്റ്റ് ആബ്സെന്റ്. വി കാൺ സീ ട്രീസ് ദർ. ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്സ് ആർ നോൺ ആസ് സ്റ്റെപ്പസ് ഇൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. യൂറോപ്പിലുള്ള ഗ്രാസ് ലാൻഡിനെ സ്റ്റെപ്സ് എന്നറിയപ്പെടുന്നു. അതുപോലെ നോർത്ത് അമേരിക്കയിലുള്ള ഗ്രാസ് ലാൻഡിനെ പ്രേറീസ് എന്നും, സൗത്ത് അമേരിക്കയിൽ പാമ്പാസ് എന്നും, ഓസ്ട്രേലിയയിൽ ഡൗൺസ് എന്നും, സൗത്ത് ആഫ്രിക്കയിൽ വെൽഡ് എന്നും അറിയപ്പെടുന്നു. ദീസ് ആർ അബൌട്ട് ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. നെക്സ്റ്റ്, വൈൽഡ് ലൈഫ് ഇൻ ഗ്രാസ് ലാൻഡ് അല്ലെ. ഗ്രാസ് ലാൻഡിലുള്ള വൈൽഡ് ലൈഫ് എങ്ങനെയാണ്? ദ ആഫ്രിക്കൻ സാവന്ന സപ്പോർട്ട്സ് എ ലാർജർ നമ്പർ ഓഫ് ആനിമൽ ഇൻക്ലൂഡിങ്. ആഫ്രിക്കയിലുള്ള സാവന്ന ഗ്രാസ് ലാൻഡ്സിൽ ഏതെല്ലാം ആനിമൽസ് ആണ്? ആന്റിലോപ്സ്, ജിറാഫ്സ്, സീബ്രാസ്, എലഫൻസ്, റൈനോസസ്, ലയൺ, ചീറ്റ, ലെപ്പേർഡ് ആൻഡ് ഹൈന. ഹൈന എന്ന് പറഞ്ഞാൽ കഴുതപ്പുലി എന്ന് പറയപ്പെടുന്ന ഒരു ആനിമലാണ്. ആനിമൽസ് ഇൻ ദ പ്രയറീസ് ഓഫ് നോർത്ത് അമേരിക്കയിലുള്ള പ്രയറീസ് ഇൻക്ലൂഡ് ഡിയർ, റാബിറ്റ്സ്, ബിയർ ആൻഡ് കൊയോട്ട്സ്. ഗ്രാസ് ലാൻഡ്സ് ആർ ഓൾസോ ഹോം ടു ലാർജ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്സ് അല്ലെ, പറക്കാൻ കഴിയാത്ത ബേർഡ്സ് ആയിട്ടുള്ള ഓസ്ട്രിച്ച് ഓഫ് ആഫ്രിക്ക, റിയ ഓഫ് സൗത്ത് അമേരിക്ക ആൻഡ് എമോ ഓഫ് ഓസ്ട്രേലിയ. ഇത്രയും ഗ്രാസ് ലാൻഡ്സിൽ ഇത്രയും ആനിമൽസ് ഗ്രോ ചെയ്യുന്നുണ്ട്. ദീസ് ആർ അബൌട്ട് ദ grassland ecosystem or grassland natural vegetation. The next we need to study about the desert. We can discuss we can study in the next class. So what we studied today, you should read minimum 5 times. If you have any doubt, you can ask to me. Okay, thank you.